ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക് ലെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഇനി എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പം. ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ട്രംപിൻ്റെ പദ്ധതി എന്നുള്ള കാര്യം നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വയലൻ്റ് മൂവിനുള്ള സാധ്യത ഉണ്ട്. ഒന്നുകിൽ താഴോട്ടല്ലേ മുകളിലോട്ട്, ഏത് സൈഡിലോട്ടാണെന്ന് നമുക്കറിയത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മളൊരു ഹെഡ്ജിങ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഒന്ന് പരീക്ഷിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം എന്താണ് തിങ്കളാഴ്ച എന്നുള്ള കാര്യം. നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ഇനിയും ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോഴി കൂവാൻ ഇനിയും ബാക്കി സമയമുണ്ട്. അതിനിടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ നാട്ടിലോട്ട് വരുന്ന കാര്യത്തെപ്പറ്റി ഇങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കുകൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് അവിചാരിതമായിട്ട് എൻ്റെ വൈഫിൻ്റെ ഫാദർ ഇന്ന് രാവിലെ മരിച്ചു. അപ്പം കുറേ കൂടെ കഴിയുമ്പോൾ പിന്നെ പല കാരണത്തിൻ്റെ പുറകെ പോകേണ്ടതുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഒരു പക്ഷേ താമസിച്ചോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ വന്നാലോ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പം നേരത്തെ തന്നെ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മളുടെ കടമകളും കർത്തവ്യങ്ങളും നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് കൃത്യമായി പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ഈ വീഡിയോ, കാരണം ഇത് കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, എനിക്കറിയാം. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ശരിയാണ്. പക്ഷെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരൊരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അപ്പോൾ അവരെ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പം നമ്മുടെ കടമകളിൽ നിന്ന് നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒളിച്ചോടാൻ പാടില്ല. സിറ്റുവേഷൻ വേണമെന്ന് എനിക്ക് പറയാം. ഓക്കെ, ഇന്ന് സാഹചര്യം ഇതാണ്, അതുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതല്ല അതിൻ്റെ ശരിയായൊരു രീതി. നമ്മൾ അത് ശരിയായ രീതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതെങ്കിൽ എൻ്റെ ഒരു മനസാക്ഷിക്ക് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ട് എന്താണ്? അപ്പം ഇന്ന് നമുക്ക് മാർക്കറ്റിനെ നയിക്കാൻ പോകുന്ന JD Vance ഓൾറെഡി പാകിസ്ഥാനിൽ നിന്ന് ലെഫ്റ്റായി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം അദ്ദേഹം അങ്ങ് ചെന്നതിന് ശേഷം ട്രംപ് എന്താണ് പ്രതികരിക്കുന്നതെന്നുള്ളത് അവരുടെ ട്രൂത്ത് സോഷ്യലിൽ നമ്മളിങ്ങനെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും എന്ത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അല്ല രാത്രിയിൽ എന്തെങ്കിലും ഒരു സമവായം വരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. എന്തായാലും നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ട് എന്താണെന്ന് കഴിഞ്ഞ വീക്കിലി അനുസരിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഈ കാണുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ തുടർച്ചയാണ്. അത് കണ്ടവർക്ക് മാത്രമേ ഈ കാര്യം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കാണാത്തവർ ആദ്യം ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ ഇട്ടേക്കാം. നിങ്ങൾ ആദ്യം ആ വീഡിയോ കാണുക. കാണാത്തവർ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ, ഇതൊരു ക്രിട്ടിക്കൽ ലെവലാണ്. ഈ റിജക്ഷൻ ഒരു ക്രിട്ടിക്കൽ ലെവലാണ്. മാർക്കറ്റ് ഒരു പക്ഷേ ഇവിടുന്ന് തിരിച്ച് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എപ്പോഴാണ് പറഞ്ഞത്? ആ പറഞ്ഞ സാഹചര്യം കൂടെ നമുക്കൊന്ന് എടുത്തു നോക്കാം. എവിടെയാണ് നമ്മൾ ആ സംഭവം പറഞ്ഞ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് നോക്കാം. എവിടെയാണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം. ഒരു സെക്കൻഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത വീഡിയോയുടെ ഒരു ഇതായി കാണുന്നത്. ഓക്കെ, നമ്മൾ നോക്കി കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ മന്ത്ലി ക്യാൻഡിൽ നിന്ന അവസ്ഥയാണ് ഈ കാണുന്നത് അല്ലേ. കറക്റ്റായിട്ട് ഇതേ പോയിന്റിൽ വന്ന് റിജക്റ്റ് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിലോടുകൂടെ ചെറിയ റിജക്ഷനോടുകൂടെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീക്കിലി അനലിസിൽ പറഞ്ഞു വെച്ചത്. ഇതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് ഏകദേശം 1000 പോയിൻറ്റോളം റാലി ചെയ്ത് കഴിഞ്ഞ ആഴ്ചത്തെ മന്ത്ലി ചാർട്ടായി കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സംഭവം കഴിഞ്ഞു. നമുക്ക് ഈ ആഴ്ചത്തെ വീക്കിലി ചാർട്ട്, ഈ ആഴ്ചത്തെ മന്ത്ലി ചാർട്ട് നോക്കിക്കേ. ക്ലിയർ ആയിട്ട് ഇവിടുന്ന് റിജക്ഷൻ റെഡൊക്കെ മാറി റിജക്ഷനോടുകൂടി നല്ല ഫുൾ സ്ട്രെങ്തിൽ ഒരു ക്യാൻഡിൽ വീണ് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനിയിപ്പം നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നാളെ സംഭവിക്കുന്നത് എന്താണ്? നാളെ വീണ്ടും തിരിച്ച് നെഗറ്റീവ് സൈഡാണെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് മാർക്കറ്റ് എവിടെ വരും? ഇതേ പോയിന്റിൽ തന്നെ വന്ന് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ റീടെസ്റ്റ് ചെയ്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ
നമുക്ക് ഇത് പിന്നെയും കൃത്യമായി ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇവിടെ തിരിച്ചു കയറി പോകാനുള്ള സാധ്യതയുണ്ട് സാഹചര്യങ്ങളുടെ അനുകൂലമായാൽ. അപ്പം നാളത്തെ സാഹചര്യം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് ഇന്ന് രാത്രി ട്രംപിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും. നമുക്കിതിനെ ഒന്ന് വീക്കിലിയിലോട്ടൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി മാറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് നോക്കി കണ്ടോ, കൃത്യമായിട്ട് ഒരു നല്ലൊരു പ്രൊജക്ഷനാണ് ഇവിടെ കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ നാളെ മാർക്കറ്റ് ഏകദേശം 1000 പോയിന്റ് 23,000 റേഞ്ചിലാണ്, 22,250 വരെയൊക്കെ വന്നു. അവിടെ നിന്നാണ് ഒരു 1,000-1,500 പോയിൻറ്റ് മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് വീണ്ടും ഈ ഏരിയയിൽ എത്തുമോ, ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പം അതിനടുത്ത് ഇത് കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പിന്നെ ഇവിടുന്ന് നല്ലൊരു റാലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പിന്നെ നെക്സ്റ്റ് നമുക്ക് ഓൾ ടൈം ഹൈ മാത്രമേ ഉള്ളൂ പറയാം, വേറെ കൂടുതലൊന്നും പറയാനില്ല. പക്ഷേങ്കിൽ ആ ഓൾ ടൈം ഹൈക്ക് ട്രിഗർ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം, മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം അല്ലെങ്കിൽ ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിന് എന്തെങ്കിലും അറുതി വരുത്തുന്ന രീതിയിലുള്ളൊരു സമവായം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഏകദേശം 22,300 റേഞ്ചാണ്. 22,300 റേഞ്ചിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരുമോ ഇല്ലയോ, അതായത് ഏകദേശം ഇനി ഒരു 1,500 പോയിൻറ്റിനടുത്ത് ഒരു ഫോള് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേണം നമുക്ക് കണ്ടറിയാൻ. അത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. നാളെ മുതൽ എന്താണോ അവരുടെ ആക്ഷൻസ്, ഇറാന് മേൽ അമേരിക്കയുടെ ആക്ഷൻ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അടുത്ത ദിവസങ്ങളിലെ മൂവ്മെൻറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിലോട്ട് വരാം. നമ്മുടെ ഇൻട്രാഡേ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് വേറെ കൂടുതൽ സംസാരങ്ങൾക്ക് ഒന്നും സാധ്യതയില്ല. നമുക്ക് നോക്കേണ്ടത് നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണെങ്കിൽ, ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണെങ്കിൽ നമുക്ക് 23,500 മാത്രമേ നമുക്കിവിടെ തൽക്കാലം പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് 24,050 23,800 അല്ലെ 23,500 ഈ രണ്ട് പോയിൻ്റാണ് നമുക്ക് നാളെ ഇമ്പോർട്ടൻറ്റ്. ഇതിന് താഴെ പോവോ ഇതിനകത്ത് നിൽക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വേറെ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ നാളെ ശ്രദ്ധിക്കേണ്ടത് 23,800. ഓക്കെ, ഇപ്പോൾ നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ മാർക്കറ്റ് 23,800 ശ്രദ്ധിക്കുക. അതിനും താഴെയായി ഗ്യാപ്പ് ഡൗൺ വരുന്നെങ്കിൽ 23,500 ശ്രദ്ധിക്കുക. ഓക്കെ, അവിടെ എന്ത് ആക്ഷൻ നടക്കുന്നു എന്നുള്ളത് നോക്കുക. നാളെ നമ്മൾ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ഹെഡ്ജിങ് സെറ്റപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ നാളെ രാവിലെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം രാവിലെ അപ്ഡേറ്റ് ചെയ്യാം. വേറെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. അപ്പം തൽക്കാലം നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ നോക്കി വെക്കുക. നമ്മുടെ മന്ത്ലി ചാർട്ട് നിങ്ങൾ കണ്ടു, വീക്കിലി ചാർട്ട് കണ്ടു, നമ്മൾ ഇൻട്രാഡേയും കണ്ടു. നമ്മൾ നാളെ നോക്കേണ്ടത് 23,800 23,500 ഈ ഏരിയയിലാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അവിടെ എന്ത് ആക്ഷൻ നടക്കുന്നു നോക്കി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. കാരണം നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. രാവിലെ മാത്രമേ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം രാത്രിയിലെ US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചറൊക്കെ ഓപ്പണായി ക്രൂഡിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു തലത്തിലേക്ക് നമുക്ക് പോകാനോ ഒരു ചിന്തയിലേക്ക് പോകാനോ പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ഇപ്പം നിലവിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു അപ്ഡേറ്റ് ഞാൻ രാവിലെ പറയാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.